ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതാ സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി, അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് ഒരു എന്താ പറയുക പൊട്ടാറ്റോ എഗ്ഗ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് കട്ടാക്കി ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അതേപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണം, നല്ല രീതിക്ക് ഒന്ന് വഴന്ന് വരേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭൂരിയുടെ കൂടെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ദോശയുടെ കൂടെയൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ സവാള നല്ല രീതിക്ക് വഴന്ന് വന്നാൽ എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേവിച്ച് വെച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൺചട്ടിയിലൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. പകരം കുക്കറിൽ ഇത് പെട്ടെന്ന് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൊട്ടാറ്റോ അങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി കുക്ക് ചെയ്തത് കൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലോട്ടൊരു ചെറിയൊരു തക്കാളി കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്, 2 പച്ചമുളകും. ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ പൊട്ടാറ്റോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്ന് ഇങ്ങോട്ട് എന്ത് വന്നാൽ പൊട്ടാറ്റോ ഫ്രിഡ്ജിൽ ഇരിപ്പുള്ളതാണ് ഇപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ആ പൊട്ടാറ്റോയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേവ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഉടച്ചിട്ട് ചേർക്കുന്നില്ല. നിങ്ങളിത് കുക്കറിലാണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് പൊട്ടാറ്റോ ഒന്ന് കുക്കായി വരേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ടൈം ഇങ്ങനെ ഈ ഒരു പാനിൽ തന്നെ കുക്കാക്കി എടുക്കുമ്പോഴേക്കും ഇത് നല്ല രീതിക്ക് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് തിളച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. വേറെ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നല്ല തിളച്ച വെള്ളം ഒരു 1.5 കപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിക്ക് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ഈ പൊട്ടാറ്റോ നല്ല രീതിയിൽ കുക്കായി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല രീതിക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സിമ്പിളായി ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രദേശത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒറ്റയ്ക്കുള്ള പ്രവാസികൾക്കൊക്കെ നല്ല രീതിക്ക് സിമ്പിളായിട്ട് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരു കോഴിമുട്ട കുക്കായത് കൂടെ ഞാനിവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിക്ക് തവി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഇനി ഇതിലോട്ട് ആ പുഴുങ്ങിയിട്ടുള്ള മുട്ടയുടെ പീസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ എഗ് റെസിപ്പിയോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ വെജീസ്, അതായത് ഈ ബീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, വെജിറ്റബിൾസ് കുട്ടികൾ കഴിക്കാൻ മടിക്കുന്ന വെജീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവിയിൽ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ചില പച്ചക്കറികളൊക്കെ കുട്ടികൾ കഴിക്കാനായിട്ട് ഒരുപാട് മടി കാണും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കണം, അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.